ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബിസ്ക്കറ്റ് വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കാം. ഇന്നത്തെ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കവർ ബിസ്ക്കറ്റാണ്. ആദ്യം ഈ ഒരു ബിസ്ക്കറ്റിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് ഇടിയപ്പത്തിൻ്റെ അരിപ്പത്തട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് പുരട്ടി കൊടുക്കാം. ബിസ്ക്കറ്റ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ബിസ്ക്കറ്റ് മുഴുവനായും അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ബിസ്ക്കറ്റും അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ശേഷം ഇതൊന്ന് അടച്ചു വെച്ചുകൊണ്ട് 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഈ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടും സ്പോഞ്ച് പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ആവുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഈ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 100 ഗ്രാം അളവിലാണ് മൈദ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ 100 ഗ്രാമിന് പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഏലക്ക തല്ലിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക മാത്രം ഇട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റ് മുഴുവനായിട്ടും കൈവച്ച് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. മുഴുവൻ ബിസ്ക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവൻ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറിയ സ്പൂൺ അളവിൽ 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച മിക്സിലേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. റെഡിയാക്കി എടുത്ത മിക്സിൻ്റെ പരുവം ഇതാണ്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വെള്ളപ്പം ചുട്ടെടുക്കുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ വെന്ത് വരട്ടെ. ഇതുപോലെ ചെയ്തെടുത്ത് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. സ്കൂളിൽ പോകുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലേക്ക് ഇതൊരെണ്ണം വെച്ചു കൊടുത്താൽ മതിയാവും. അവർക്ക് വിശപ്പും മാറും, അവർക്ക് സ്നാക്സ് കഴിച്ചെന്നുമായി. നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലെ ഇരിക്കുകയാണ് ഈ ഒരു പലഹാരം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.